അച്ഛമ്മയും പൊന്നുമക്കളും എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ സാമ്പാർ വെക്കാട്ടാ. പരിപ്പും കഷ്ണം കഴുകിയിട്ട് മഞ്ഞപ്പൊടിയും കായപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട്. അടപ്പത്ത് വെക്കാം. ആവട്ടെ കേട്ടാ. പുട്ടുണ്ടാക്കി. പുട്ടുണ്ടാക്കൽ കഴിഞ്ഞു. ഗ്രീൻ പീസ് വേവിക്കൽ കഴിഞ്ഞു. ഗ്രീൻ പീസ് കറി വെച്ചു. ഞാൻ അതേ സാമ്പാർ ഉണ്ടാക്കാൻ മാത്രമായിട്ട് അങ്ങ് വന്നിരുന്നു കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് അടുക്കളയിൽ കയറിയതാ. സൗമ്യ നോക്കി ഉണ്ടാക്കണം. അതാണ് പിടിക്കാത്തില്ല. ഈ മലയ്ക്ക് വിളിക്കുന്ന വരെ എങ്ങനെയൊക്കെ ഓരോന്നായിരിക്കും. ഇത്രയ്ക്കൊക്കെ ചെയ്യാൻ ആവണം സാധിക്കുന്നത്. അപ്പൊ ആവട്ടെ കേട്ടാ. അപ്പൊ നമ്മുടെ സാമ്പാർ വെന്തുണ്ട് കേട്ടാ. ഇനി പുളി പിഴിഞ്ഞൊഴിച്ച് ആക്കണം. അപ്പൊ പപ്പടം കാച്ചാട്ടാ നമുക്ക്. ശരിക്കും വീഡിയോ ഉണ്ട്. എന്റെ മോൻ കാപ്പ് പിടിച്ചിട്ട് വീഡിയോയിൽ വീടെന്ന് വെച്ചിട്ടേ അപ്പൊ ചുടിഞ്ഞു കൂടിയൊക്കെ നിൽക്കുന്നത് അവരുണ്ട് കേട്ടോ വീഡിയോയിൽ. ശരിക്കും അവനെ ജോലിക്ക് പോണ നേരത്തെ ഇന്നുകൂടെ വരും. ഇവിടെ വന്നിട്ടാവും പോവാ. അപ്പഴാ കാച്ചി കഴിഞ്ഞു കേട്ടാ. അപ്പഴാ കാച്ചിന് കഴിഞ്ഞു. രണ്ടു നോക്കിയാലോ. അപ്പൊ സാമ്പാർ പുളി പിഴിഞ്ഞൊഴിക്കാട്ടാ. പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് തിളച്ച് നമുക്ക് സാമ്പാർ പൊടിയിട്ട് ഇറക്കി കാച്ചാം. അതിന് സ്നേഹം എന്നല്ല പറയാ. അപ്പൊ തിളക്കട്ടെ കേട്ടാ. ചായ ചായ ഓക്കെ.
സാമ്പാർ പൊടി ഇട്ട് ഇളക്കാം കേട്ടാ. കുക്കർ കാണാനില്ലോ. അമ്മ കളിച്ച് കാണാം. അപ്പൊ സാമ്പാർ റെഡി കേട്ടാ. നമുക്ക് വറുത്തിടാം. കടുക് ഉലുവ മുളകൊക്കെ ഇട്ടു കേട്ടാ. ഇതിനിടയ്ക്ക് മുളകൊക്കെ വന്നു അങ്ങനെ മുളകൊക്കെ നീങ്ങി വറുത്തിടാം. അപ്പൊ കടുക് കാലിക്കല് കഴിഞ്ഞു, വറുത്തിടല് കഴിഞ്ഞു കേട്ടാ. ഉണ്ണി ഇത് കഴിഞ്ഞു പമ്പര അവിടെ സാമ്പാറ്, പപ്പടം, പുട്ട്, ഗ്രീൻ പീസ് എല്ലാവരും കഴിക്കലും കഴിഞ്ഞു തുടങ്ങിട്ടാ. അപ്പൊ ഒക്കെ കൊണ്ടുപോലും കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ള സാമ്പാർ മാത്രം പപ്പടമാണ് ഞാൻ ചെയ്തത്. എന്നല്ലേ ഞാൻ മലയ്ക്ക് പോവാണ്. അപ്പൊ അതിന്റെയൊക്കെ കുറച്ചേശ കാര്യങ്ങളുണ്ട്. അപ്പൊ കുറച്ച് വീഡിയോകളാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ എല്ലാവരും ഞങ്ങളെ സഹായിക്കാം. ടാറ്റാ.